കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്കൊരു പുതിയ പ്രഭാതം കൂടെ കാണുവാനും ദൈവവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാനും സർവകൃപാലുവായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നാം ഇന്നു മുതൽ ഒരു പുതിയ വിഷയം ആരംഭിക്കുകയാണ്, ന്യായപ്രമാണം എന്നുള്ള വിഷയം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പ്രിയമുള്ള പേരകത്ത് ചെറിയാൻ സ്കറിയ സാറിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവവചനത്തിൻ്റെ വിലപ്പെട്ട മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് കരങ്ങളിലെടുത്തു. നന്ദിയോടെ സ്തോത്രം. ഇന്നും അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. പ്രത്യേകം സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് ന്യായപ്രമാണം എന്നുള്ളത്. ഇന്നത്തെ ലോകത്തിൽ ചില ആളുകൾ പറയും ന്യായപ്രമാണം നമുക്ക് വേണ്ട, അത് മാറിപ്പോയി. ചില ആളുകൾ പറയും അത് യഹൂദന്മാർക്ക് കൊടുത്തതാണ്, അത് നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഒരു വലിയ വഞ്ചനയാണെന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം ദൈവം ഒരു കാര്യം പറയുമ്പോൾ അത് വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ അത് ദൈവത്തിന് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്നതും ജനത്തെ വഞ്ചിക്കുന്നതുമാണ്. അപ്പം സാറിന് ഈ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ചില ആലോചനകൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്താൻ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഏത് വിഷയം പഠിക്കാൻ തുടങ്ങുമ്പോഴും ആ വിഷയത്തെ അങ്ങ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ അല്ലേ? ഇപ്പം ന്യായപ്രമാണം എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ന്യായപ്രമാണം എന്നുള്ള വാക്കങ്ങ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകുവാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള ദൈവത്തിൻ്റെ ഇച്ഛകൾ എല്ലാം ചേർത്ത് ന്യായപ്രമാണം എന്ന് മനസ്സിലാക്കണം. അപ്പം ഒരു കാര്യത്തെ മാത്രം ഒതുങ്ങി നിന്നാൽ നമ്മൾ അത്രയ്ക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതെ അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓൾ ദ റിവീൽഡ് വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നുള്ള ഒന്നിനെയാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഇനി ന്യായപ്രമാണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഡയറക്ഷൻസ്, ഇൻസ്ട്രക്ഷൻസ്, റൂൾസ്, റെഗുലേഷൻസ്, പ്രിൻസിപ്പിൾസ്, ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെയാണ്. വിവിധ അർത്ഥങ്ങളാണ് ഉള്ളത്. ഓക്കെ. ഓൾറൈറ്റ്. ഇനി നമ്മൾ പറഞ്ഞ ഏത് കാര്യം പറഞ്ഞാലും അത് വേദപുസ്തകത്തിൽ നിന്ന് തെളിയിക്കണം. അതെ. അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനം. എല്ലാത്തിൻ്റെ അടിസ്ഥാനം തിരുവചനമായിരിക്കണം. അല്ലേ? നമ്മൾ എന്ത് വിശ്വസിച്ചാലും അത് വീണ്ടും എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതെ അല്ലേ? ഞാൻ ഇന്നത് വിശ്വസിക്കുന്നു, അത് വേദപുസ്തകത്തിൻ്റെ ഏതധ്യായം, അല്ലേ? ഏത് പുസ്തകം, ഏത് അധ്യായം, ഏത് വാക്യം എന്ന് പറഞ്ഞിട്ടങ്ങ് വിശ്വസിച്ചു. അതെ. അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു പള്ളി പോകുന്നിരിക്കട്ടെ, പള്ളി പോകുമ്പോൾ അപ്പം അടിസ്ഥാന വിശ്വാസങ്ങളൊക്കെ ഉണ്ട് എല്ലാ പള്ളിക്കാർക്കും, അല്ലേ? അതെ. അപ്പോൾ ഇതെല്ലാം നോക്കി വരുമ്പോൾ ഏത് പുസ്തകം, ഏതധ്യായം, ഏത് വാക്യം എന്നുള്ള അടിസ്ഥാനത്തിൽ ഇത് അടിസ്ഥാന വിശ്വാസങ്ങൾ നോക്കുമ്പം അത് വേദപുസ്തകത്തിനകത്ത് ഇല്ലയെന്ന് കാണുമ്പം എഴുന്നേറ്റ് പള്ളി വിട്ടങ്ങ് പൊക്കോണം. പിന്നെ ആ പള്ളിയുടെ ഭാഗമായിട്ട് നിൽക്കരുത്. ചതിവും വഞ്ചനയും ഒക്കെയാണ് അല്ലേ? തെളിവായി പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:10 വായിക്കാം. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഈ വാക്യം വായിച്ചപ്പോൾ അതൊരു കൊട്ടേഷൻ കൊടുത്തിരിക്കുക. ഓക്കെ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? അത് വേറെ എവിടുന്നോ എഴുതിയിരിക്കുന്നു എന്ന് ചുരുക്കം. അപ്പം ഈ പ്രത്യേകമായിട്ട് വായിച്ചത് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങോട്ടെടുത്ത്
നട്ടിരിക്കുക. അതുകൊണ്ടാണ് കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് പറയും ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്ന് പറയുമ്പം ആവർത്തന പുസ്തകം അല്ലേ? ആവർത്തന പുസ്തകത്തെ എന്ത് വിളിക്കാം? ന്യായപ്രമാണം എന്ന് വിളിക്കാം അല്ലേ? ഇനിയും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:25 വായിക്കാം. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവർത്തിയാകേണ്ടതിന് തന്നെ. അവർ എന്നെ വെറുതെ പകച്ചു. കൊട്ടേഷനാ. അതെ അല്ലേ? എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു അല്ലേ? അപ്പം ഇത് എവിടുന്ന് എടുത്തിട്ടുള്ളത്? സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് എടുത്ത് ഈ കൊട്ടേഷൻ കൊടുത്ത് അതിനെ എന്ത് വിളിക്കുന്നു? ന്യായപ്രമാണം എന്ന് വിളിക്കുന്നു. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ കീർത്തനങ്ങളെല്ലാം കൂടെ ഒന്ന് ചേർത്തിരിക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. അതെ. പക്ഷേ അതിനെയും എന്ത് വിളിക്കുന്നു? ന്യായപ്രമാണം എന്ന് വിളിക്കുന്നു. ആര് വിളിച്ചു? കർത്താവായ യേശു ക്രിസ്തു. തെറ്റില്ലല്ലോ? തെറ്റില്ല. അപ്പോൾ ആവർത്തന പുസ്തകത്തെ ന്യായപ്രമാണം എന്ന് വിളിക്കുന്നു, സങ്കീർത്തനത്തെയും ന്യായപ്രമാണം എന്ന് വിളിക്കുന്നു. ഇനിയും യാക്കോബിൻ്റെ ലേഖനം 2:10 വായിക്കാം. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കുല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. അപ്പോൾ സാറിന് എന്ത് തോന്നുന്നു? ഇവിടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞ വാക്ക് എന്തർത്ഥമാക്കുന്നു? 10 കൽപ്പനയെ അർത്ഥമാക്കും. 10 കൽപ്പന. അപ്പോൾ 10 കൽപ്പനയും ന്യായപ്രമാണം എന്ന് വിളിച്ചു. 3 കാര്യമായി. ആവർത്തന പുസ്തകത്തെ ന്യായപ്രമാണം മുഴുവനും ചേർത്ത് ന്യായപ്രമാണ പുസ്തകം എന്ന് പറയുന്നു. സങ്കീർത്തന പുസ്തകത്തെ എല്ലാം ചേർത്ത് ന്യായപ്രമാണം എന്ന് വിളിക്കുന്നു. ഇവിടെ 10 കൽപ്പനയെ ന്യായപ്രമാണം. ഇത് വേർതിരിച്ചറിയാത്തിടത്തോളം കാലം തെറ്റിദ്ധാരണകളുണ്ടാകും. മനുഷ്യൻ പാപത്തിൽ ജീവിക്കും. അത്രയും നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? ഇനിയും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12:34 വായിക്കാം. പുരുഷാരം യേശുവിനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ച് കേട്ടിരിക്കുന്നു. ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ച് കേട്ടിരിക്കുന്നു. എന്നാൽ ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഒരു പദപ്രയോഗം പഴയ നിയമത്തിൽ എങ്ങും ഇല്ല. അങ്ങനെ ഒരു പ്രസ്താവന പഴയ നിയമത്തിൽ ഇല്ല. പിന്നെ എങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ എല്ലാത്തിനെയും കൂടെ കൂട്ടിച്ചേർത്ത് വരുമ്പോൾ അങ്ങനെ ഒരു ആശയമുണ്ട് അല്ലേ? അപ്പം എല്ലാം കൂട്ടിച്ചേർത്ത് ന്യായപ്രമാണമൊന്നും ഉപയോഗിച്ചിരിക്കാം അല്ലേ? അപ്പം എവിടുന്ന ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ യെശയ്യാ പ്രവചനം 9:7 വായിക്കാം. അവിടുത്തെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്നാണ് അല്ലേ? ദൈവത്തിൻ്റെ ആധിപത്യത്തിന് അവസാനമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് അവിടെ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവിടുത്തെ ആധിപത്യത്തിന്റെ വർധനയ്ക്ക് സമാധാനത്തിന് അവസാനം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് യഹൂദന്മാർ ഇന്നും നോക്കിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ ഈ ഭൂമിയിൽ എന്നേക്കുള്ള ഒരു രാജ്യത്വം സ്ഥാപിക്കും. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിക്കും, കർത്താവേ അവിടുന്ന് രാജ്യത്വം സ്ഥാപിക്കുന്നത് ഇപ്പോഴോ പിന്നോ? എന്തുകൊണ്ടെന്നറിയാമോ? അങ്ങനെ ഒരു ആശയം അവരുടെ ഇടയിൽ ഉണ്ടായിത്തീർന്നു എന്നുള്ളതാണ്. ഇനി അവസാനത്തെ വാക്യം ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഉണ്ട്, എല്ലാം വേണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണമെന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ എന്തുദ്ദേശിച്ചു എന്നും കൂടെ നോക്കുന്നെങ്കിൽ അതങ്ങ് തെളിവാകുമല്ലോ. ഇതിനേക്കാളും വലിയൊരു സാക്ഷ്യം ഇനിയും വേറെ ആരും പറയാനില്ല അല്ലേ? അപ്പോൾ അവസാനമായിട്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നോക്കാം അല്ലേ? അപ്പോൾ മത്തായിയുടെ സുവിശേഷം 5:17 ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. 2 വാക്കുണ്ട് അവിടെ അല്ലേ? ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ. 2 കാര്യം. എന്താ കർത്താവായ യേശു ക്രിസ്തു ഉദ്ദേശിച്ചത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നത് എന്താ? ന്യായപ്രമാണം എന്ന് പറഞ്ഞപ്പം കർത്താവായ യേശു ക്രിസ്തു വരുന്നിടം വരെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും ചേർത്ത് എന്ത് പറയുന്നു? ന്യായപ്രമാണം എന്ന് പറയുന്നു. ഒരു പ്രത്യേക കാര്യത്തെ പറ്റിയല്ല, എല്ലാം കൂടെ ചേർത്ത് പറയുന്നു. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരും
എല്ലാ പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞിരിക്കുന്നതും ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നതും പല വിധത്തിലുള്ള ന്യായപ്രമാണം ഉണ്ട്. അത് നമ്മൾ താഴോട്ട് വരുമ്പം ചിന്തിക്കാം. അല്ലേ? ഇതൊന്നും മാറ്റാനല്ല ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ ഇന്നെങ്ങനെ ഇരിക്കുന്നു? സാർ എന്ത് കേട്ടിട്ടുണ്ട്? സാർ എന്ത് കേട്ടിട്ടുണ്ട്? പ്രമാണം മാറിപ്പോയി, അതെല്ലാം കർത്താവ് നീക്കിക്കളഞ്ഞു. കർത്താവ് കുരിശിൽ തറച്ചു. അത് യഹൂദന്മാർക്ക് മാത്രം കൊടുത്തതാണ്. നമ്മൾ കൃപയ്ക്ക് കീഴിലായതുകൊണ്ട് നമുക്കതനുസരിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ തകരാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രസംഗമൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്ത് കഴിയുമ്പം എന്നാന്നറിയാമോ, ന്യായപ്രമാണം അനുസരിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല. അപ്പം ന്യായപ്രമാണം അനുസരിക്കാതിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നത്? പാപത്തിൽ ജീവിക്കാം. പാപത്തിൽ ജീവിക്കുന്നവൻ പാപത്തിൽ മരിക്കും. പാപത്തിൽ മരിക്കുന്നവൻ പാപത്തിൽ ഉയർത്തെഴുന്നേക്കും. അല്ലേ? അപ്പം ഭയങ്കര തകരാറാണ് സാറേ. ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അല്പം കൂടെ ആഴത്തിലേക്ക് പോയി നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രസംഗിക്കുന്നതൊക്കെ വലിയ അബദ്ധമാണെന്നും മനുഷ്യന്മാർ ചതിയിൽ അകപ്പെടുന്നു എന്നുമാണ്. സാറ് പറഞ്ഞല്ലോ, ന്യായപ്രമാണത്തിൻ്റെ ആവശ്യമില്ല, നമ്മളിപ്പോൾ കൃപയിൻ്റെ കീഴിലാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്നാന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം എല്ലാം അങ്ങ് നീക്കിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് കൃപ തന്നു എന്നാണ് നീ പറഞ്ഞ് ഒപ്പിച്ചു വരുന്നതിൻ്റെ ചുരുക്കം. അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനും സാധ്യമല്ല എന്നാണ് പറയുന്നത്. അപ്പം ന്യായപ്രമാണം എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്? ഇനി ഒരു പ്രത്യേക കാര്യത്തെ പറ്റിയും അപ്പം ഈ എഴുത്തുകാരൻ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ, ഞാൻ ന്യായപ്രമാണം എന്ന് പറഞ്ഞിട്ട് യാക്കോബ് എന്ത് പറഞ്ഞു? 10 കൽപ്പനയെക്കുറിച്ചാണ്. 10 കൽപ്പന. അപ്പം അതിനെ പ്രത്യേകിച്ചും ന്യായപ്രമാണം എന്ന് പറയും. എല്ലാം കൂടെ ചേർത്തും ന്യായപ്രമാണം എന്ന് പറയും. അപ്പം നമ്മൾ ന്യായപ്രമാണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള ദൈവഹിതം എല്ലാം ചേർത്ത് ന്യായപ്രമാണമെന്ന് വിളിക്കുന്നു നമ്മൾ പറഞ്ഞു. അത് വേദപുസ്തക പ്രകാരം സ്ഥാപിക്കുകയും ചെയ്തു. ഇനി ഈ ന്യായപ്രമാണം ആരാ തന്നത് എന്ന് ഞാൻ സാറിനോട് ചോദിച്ചാൽ, ദൈവമാകുന്നു. എല്ലാത്തിൻ്റെയും ഉറവിടം ദൈവമാണല്ലോ. ദൈവമാണ്. അപ്പം ദൈവമാണ് ന്യായപ്രമാണം തന്നത്. ദൈവം ന്യായപ്രമാണം തന്നുവെങ്കിൽ മറ്റൊരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് ന്യായപ്രമാണം കൊടുക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല. കാര്യം എന്നാണെന്നറിയാമോ? നമ്മൾ രണ്ടുപേരും ഒരുപോലെ മനുഷ്യന്മാരാണ്. അപ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ന്യായപ്രമാണം കൊടുത്തുകൂടാ എന്ന് ഞാനങ്ങ് പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. സാറെന്ന് പറയുന്നു ശരിയാണ്. എടാ, നമ്മൾ രണ്ടുപേരും ഒരുപോലെ മനുഷ്യനല്ലേ? പള്ളി ചെല്ലുമ്പം അവിടെ നിൽക്കുന്ന പാസ്റ്ററായാലും പുരോഹിതനായാലും ഏതായാലും ആ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് നീ ഇന്നത് വിശ്വസിക്കണമെന്നും ഇന്നത് വിശ്വസിക്കരുതെന്നും പറയാനുള്ള അധികാരമില്ല. അത് ദൈവത്തിൻ്റെ അധികാരത്തെ അങ്ങ് എടുക്കുന്ന ഒരു കുഴപ്പമാണത്. ചെയ്യാൻ പാടില്ല. ശരിയാണോ? ശരിയാണ്. അതുതന്നെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും ഒന്നും കൊടുക്കാനുള്ള അധികാരമില്ല. നമ്മൾ രണ്ടുപേരും ഒരുപോലെ മനുഷ്യന്മാരാണ്. അടിവരയിട്ടങ്ങ് പറഞ്ഞ് ഉറപ്പിക്കാതെ. അല്ലേ? അപ്പോൾ വീണ്ടും ഒരു പള്ളിയിൽ ചെല്ലുമ്പോൾ വേദപുസ്തകത്തിനകത്തില്ലാത്ത കാര്യങ്ങൾ പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാനാണെന്നില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പോകും. ഞാൻ പള്ളിയിൽ പോകുന്നത്, ഞാൻ ഉൾക്കൊള്ളുന്ന പള്ളിയിലൊരു പാസ്റ്ററുണ്ട്, സാറാന്നിരിക്കട്ടെ. സാറിൻ്റെ അഭിപ്രായം കേൾക്കാനല്ല ഞാൻ പള്ളിയിൽ വരുന്നത്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം സാറിനേക്കാളും വളരെ ശക്തമായ അഭിപ്രായം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തില്ല. അപ്പോൾ സാറിൻ്റെ അഭിപ്രായം കേറിയാൽ ഞാൻ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? ഞാൻ പള്ളിയിൽ പോകുന്നത് ദൈവവചനം കേൾക്കാനാണ്. ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെയുള്ളൊരു തീരുമാനം ജനത്തിനുണ്ടായിരിക്കണം. അപ്പം ന്യായപ്രമാണം ആര് തന്നു? ദൈവം മാത്രം തന്നിരിക്കുന്നു. ദൈവം തന്നു എന്ന് മാത്രം പറഞ്ഞ പോലെ ദൈവം മാത്രം ന്യായപ്രമാണം തന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ സാറെന്ന് പറയും. സമ്മതിക്കുന്നു. ഇനി ന്യായപ്രമാണം ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് ന്യായപ്രമാണത്തിന് വല്ല കുറവും വരാൻ സാധ്യമാണോ? ഒരു കുറവും വരാൻ ഒരു കുറവും ദൈവം ഒരു കുറവും ഇല്ലാത്തവനാണ്. ഒരു കുറവും ഇല്ലാത്ത ദൈവം, പരിപൂർണനായിരിക്കുന്ന ദൈവം കുറവുള്ള ഒരു പ്രമാണം തരത്തില്ല.
തരാൻ പറ്റത്തില്ല ദൈവത്തിന്. അപ്പം മറ്റൊരു വിഷയം നമ്മൾ പിന്നെ ചിന്തിക്കുന്നതായിരിക്കും. ഓക്കെ. വേദപുസ്തകത്തിൽ ഒരു ഉദാഹരണമുണ്ട്. ഏതാണ്? ഒന്നാമത്തെ നിയമം എബ്രായർക്ക് എഴുതിയ ലേഖനം 8:7 വായിച്ചു പറയൂ. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടമന്വേഷിക്കുകയില്ലായിരുന്നു. എന്നിട്ട് എന്തോ പ്രസംഗിക്കുന്നെന്നാ ഒന്നാമത്തേത് കുറവുള്ളവരായിരുന്നു, അയ്യോ യഹോവേ എന്ന് വിളിച്ചു പോവുക. കാര്യം, കുറവില്ലാത്ത ദൈവത്തിന് കുറവുള്ള ന്യായപ്രമാണം മനുഷ്യന് കൊടുക്കാൻ അസാധ്യമാണ്. മറ്റൊരു ഭാഗമുണ്ട്. ഓക്കെ. എന്നറിയാമോ? കൈയെഴുത്ത് മായിച്ചു, ക്രൂശിൽ തറഞ്ഞു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്തോ വായിച്ചു? കൈയെഴുത്ത്. എഴുതെന്ന് പറഞ്ഞാൽ എന്തുവാ? ന്യായപ്രമാണം എന്നാണ് അങ്ങ് വ്യാഖ്യാനിക്കുന്നത്. അപ്പം നന്നായിരിക്കുന്നല്ലോ. ഇതെല്ലാം എടുത്ത് കളഞ്ഞു. പിന്നെ ഒന്നുമില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ പാഠത്തിനകത്ത് നമ്മൾ അത് തുടർന്ന് പഠിക്കുന്നതായിരിക്കും. പഠിക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിനകത്ത് നമ്മൾ അപ്പം ദൈവം ന്യായപ്രമാണം. ഇനി ന്യായപ്രമാണം മനുഷ്യർക്ക് കൊടുക്കുന്ന 2 വ്യക്തിത്വമുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? ഒന്ന് ദൈവം, മറ്റേത് സാത്താൻ. സാത്താൻ ന്യായപ്രമാണം കൊടുക്കും. സാത്താൻ്റെ പ്രമാണം കാണും. സാത്താനും ന്യായപ്രമാണം കൊടുക്കുന്നുണ്ട്. ദൈവം കൊടുക്കുന്നതിന് നേരെ വിപരീതം. അത്രയേ ഉള്ളൂ ആ വ്യത്യാസം. ദൈവം കൊടുക്കുന്നതിന്, അപ്പം ഏതെല്ലാ കാര്യത്തിനും ദൈവം കൊടുത്തിരിക്കുന്നതിന് വിപരീതമായിട്ട് കൊടുക്കുന്ന മറ്റൊരു ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. വായിക്കാം. നമ്മൾ ഏത് കാര്യം നോക്കിയാലും ദൈവം തെക്കോട്ടാവാ പറയുന്നെങ്കിൽ സാത്താൻ വടക്കോട്ട് തന്നെ പറയുന്നത്. എല്ലാം ഓപ്പോസിറ്റാ. ഇനിയും നമ്മളൊരു പ്രത്യേക കാര്യത്തെ പറ്റി എടുത്താൽ അത് ആ പ്രത്യേക ഉദാഹരണം പറയാം. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുന്നു. എങ്ങനെ വരുന്നു എന്നുള്ള ഒരു കാര്യം വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് സാധാരണ എന്ത് പറഞ്ഞിരിക്കുന്നു? അവൻ രഹസ്യത്തിലാണ് വരുന്നതെന്ന് പറയും. അല്ലേ? അത് മറ്റൊരു വിഷയമാണ്, നമ്മൾ എപ്പോഴെങ്കിലും എടുത്ത് പഠിക്കുന്നതായിരിക്കും. അല്ലേ? മുൻപോട്ട് പോകാം. അപ്പോൾ നോക്കാം ചില ഉദാഹരണങ്ങൾ. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കണം. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രമാണങ്ങളെ പഠിപ്പിക്കും. ആര് കൊടുത്തു? അത് ദൈവത്തിന്. അല്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ കഴിയുന്നത് പിശാച. അത് മനുഷ്യനിൽ കൂടെ കൊടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? ഒന്നുകൂടെ വായിച്ചോളൂ, ജനം കേൾക്കട്ടെ. മാനുഷ്യ കൽപ്പനകളായ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ദൈവം കൊടുത്തിരിക്കുന്ന അവിടെ ഉണ്ട്. എന്നാൽ മനുഷ്യന്മാര് സ്വയമായിട്ട് സാത്താന്റെ സഹായത്താൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുന്നു എന്നാ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. വ്യർത്ഥം എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? വെറുതെ ഒരു പ്രയോജനവുമില്ലാതെ. അല്ലേ? എന്നെക്കാളും മലയാളം നന്നായിട്ട് സാറിന് അറിയാം. വ്യർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ഉപയോഗശൂന്യമായ. അല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും നോക്കണം. ഈ രക്ഷ പ്രാപിക്കുക എന്നുള്ളതിന് ഒരു മനുഷ്യന് അവന് സ്വയമായിട്ട് ഒരു ആത്മീയ ഉത്തരവാദിത്വമുണ്ട്. അത് മറ്റൊരുത്തനെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. സാറൊരു പാസ്റ്ററാണ്, ഞാൻ പാസ്റ്ററല്ല. ഞാൻ വേദപുസ്തകം പഠിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്വം സാറിനെ ഏൽപ്പിക്കാൻ സാധിക്കത്തില്ല. സാറ് വേദപുസ്തകം പഠിപ്പിച്ചു, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എവിടെയുണ്ടെന്നുള്ള കാര്യം, ബെരോവയിലെ ആൾക്കാരുടെ കാര്യം എന്ന് പറയുന്നു. എങ്ങനെയാ പറയുന്നത്? ബെരോവയിലെ അവർ വീട്ടിൽ പോയി എന്ന് തന്നെ പള്ളിയിൽ പോയി കേട്ടു, പിന്നെ വീട്ടിൽ പോയി അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി ഉത്തരവാദിത്വ ബോധമില്ലാതെ നമുക്ക് ജീവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ലേ? കാര്യം എന്നാണ്? മനുഷ്യകൽപ്പനകൾ അനുസരിച്ച് ആരാധിക്കുന്നു, ജീവിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ കാര്യം പോക്കാം എന്ന് പറയുന്ന തർക്കമൊന്നുമില്ല. അല്ലേ? അപ്പോഴും ന്യായപ്രമാണം കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദൈവം മാത്രമായിരിക്കണം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിലില്ലാത്തത് വിശ്വാസ പ്രമാണത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് പള്ളി വിട്ട് പോകണം. കേൾക്കാനുള്ളവനുണ്ടെങ്കിലേ സംസാരിക്കാനുള്ളവന് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. അത്രയേ ഉള്ളൂ. കേൾക്കാൻ ആരും ഇല്ലെങ്കിലോ സംസാരിക്കാൻ ആരോട് സംസാരിക്കും? ഇല്ല. ഇപ്പം ജനത്തിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വമുള്ളത് ആരുടെ കയ്യിലും
ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഒന്നുകൂടെ വായിക്കാം. അതിനെപ്പറ്റി ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മയിൽ വരുന്നതുകൊണ്ട് പറയാം. ഒന്നുകൂടെ വായിച്ചോളൂ. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ, അത് അല്ലെങ്കിൽ അതിന് വേറൊരു വാക്ക് പറയാൻ വേണമെന്നില്ല, പാരമ്പര്യം എന്ന് പറയാം. മനുഷ്യ കൽപ്പനകൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ആചരിക്കുന്നത്. ഈ പാരമ്പര്യം എന്ന് പറയുമ്പോഴുണ്ട്, പാരമ്പര്യത്തിന് ഒരു കുഴപ്പമില്ല. അത് വേദപുസ്തക പ്രകാരമാണെന്നൊരിയിൽ തലമുറയായിട്ട് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമില്ല. അപ്പം ദൈവം കൽപ്പിച്ചിട്ടില്ലാത്തതാണ് പാരമ്പര്യത്തിലുള്ളെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ നുള്ളിയെടുത്തങ്ങ് കളയണം. അതാരുടെ ഉത്തരവാദിത്വം? ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്, അല്ലേ? നീ സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിലെങ്കിലും കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെന്നൊരിയിൽ ദൈവം തരുന്ന ഡയറക്ഷൻസ്, ഇൻസ്ട്രക്ഷൻസ്, ന്യായപ്രമാണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നറിയാമോ? നമ്മുടെ മാരാമൺ കൺവെൻഷൻ അല്ലേ, അത് ഏതാണ്ട് അടുത്ത് വരുന്നു. അപ്പോൾ മാരാമൺ കൺവെൻഷൻ്റെ അവിടെ നടത്തുന്നതിൻ്റെ ഇപ്പുറത്ത് പാലം ഉണ്ട്. ആ പാലത്തിൻ്റെ കീഴിൽ തെണ്ടക്കാർ വന്ന് അങ്ങനെ താമസം, എന്നിട്ട് യാചിക്കുകയും അങ്ങനെയൊക്കെ. അപ്പോൾ രണ്ട് തെണ്ടക്കാർ തമ്മിൽ അങ്ങ് വഴക്കുണ്ടായി ഒരു ദിവസം കേട്ടോ. അങ്ങനെ വഴക്കുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായപ്പം ഒരുത്തന് പറയാണ്, എടാ നീ ഇന്നലെ വന്ന തെണ്ടിയാ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇവിടെ തെണ്ടികളാണെന്നാണ് പറയുന്നത്. അതിനെന്ത് പറയുന്നറിയാം? മലയാള ഭാഷയിൽ ഞാൻ കേട്ടിട്ടുള്ളത് തെണ്ടിപ്പൊണ്ണ കാര്യം എന്ന് പറയുന്നു. തെണ്ടിപ്പൊണ്ണ അതായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാൻ ആരാന്നറിയാമോ? ഞാൻ ഇന്നിടത്തെയാണെന്ന് അറിയത്തില്ലയോ? പാരമ്പര്യം പറഞ്ഞുകൊണ്ട് വെറും തെണ്ടിപ്പൊണ്ണ കാര്യമാണ്. ഇതൊക്കെ അങ്ങ് ഉപേക്ഷിക്കണമെന്ന്, താഴ്മയുണ്ടാകണം, ദൈവവചനത്തിന് അനുസൃതപ്പെട്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണം എന്നാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം. സാർ എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ ഇന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന് നമ്മോട് പറയാനുള്ള ഉപദേശങ്ങളും ചട്ടങ്ങളും എല്ലാം ചേർത്ത് അതിനെ ന്യായപ്രമാണം എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്നാൽ ഇന്ന് ലോകത്തിലൊരു ബഹുഭൂരിപക്ഷവും ഈ ന്യായപ്രമാണം അനുസരിക്കേണ്ട എന്ന് പഠിപ്പിക്കുന്നവരാണ്. അതിനെക്കുറിച്ചും വചനത്തിൽ പറയുന്നുണ്ട്, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. സാറേ, ആ വാക്യം എടുത്ത് ചോദിച്ചാൽ കീഴ്പ്പെടണോ, ന്യായപ്രമാണത്തിന് കീഴ്പ്പെടണോ എന്ന് ചോദിച്ചാൽ എന്തോ പറയും? അതൊരു വാക്യം വളരെ ഭംഗിയായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അല്ലേ? അല്ലേ? ജഡം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന്. അപ്പോൾ ഈ പ്രസംഗിക്കുന്നവർ ന്യായപ്രമാണം നീങ്ങിപ്പോയി മാറിപ്പോയി അതിന് കീഴ്പ്പെടണ്ട, ഇപ്പം നമ്മൾ അനുസരിക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജഡമാണിത്. ഞാൻ പറഞ്ഞില്ലേ, ന്യായപ്രമാണം തരുന്ന രണ്ട് സോഴ്സ് ഉണ്ട്. എന്തുവാണ്? ദൈവവും സാത്താനും. സൂക്ഷിച്ചോണം. നമ്മൾ രക്ഷ പ്രാപിക്കാൻ നമുക്ക് വ്യക്തിപരമായ ഒരു ആത്മീയ ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ ജനിച്ചപ്പോൾ കുടുംബമായിട്ടല്ല ജനിച്ചത്, ഞാൻ തന്നെയാണ് ജനിച്ചത്, അല്ലേ? ഞാൻ ആഹാരം കഴിക്കുമ്പോൾ വ്യക്തിപരമായിട്ടാണ് ആഹാരം കഴിക്കുന്നത്. ഞാൻ മരിക്കുമ്പോൾ വ്യക്തിപരമായിട്ടാണ്. പിന്നെ ഞാൻ ന്യായവിധിക്ക് പോകുമ്പോൾ എങ്ങനെയാ പോകുന്നത്? വ്യക്തിപരമായിട്ടല്ലേ പോകുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതെ. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കേട്ട തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയിരിക്കുന്നു? നാം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നവരാണോ, അതോ ന്യായപ്രമാണം വേണ്ട, അത് മാറിപ്പോയി എന്ന് പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? നേരത്തെ സാറ് പറഞ്ഞതുപോലെ നാം കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം തീരുമാനമെടുക്കുക. ഇന്ന് നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ തിരുവചനത്തിന് വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ആ ഉപദേശങ്ങളെ വിട്ട് സത്യ ഉപദേശത്തിലേക്ക് വരുവാനും ദൈവത്തിൻ്റെ പ്രമാണത്തിന് കീഴ്പ്പെടുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. സാറേ പറഞ്ഞത് ശരിയാ. ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. അത് ഓരോ മനുഷ്യനും എടുക്കുന്നില്ല എങ്കിൽ ഒരു നിമിഷമേ ഉള്ളൂ. ആ ഒരൊറ്റ നിമിഷം ജീവിതത്തിൽ ഞാൻ ഇന്നു മുതൽ വേദപുസ്തകം അനുശാസിക്കുന്നത് പോലെ ദൈവത്തിനും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും ചട്ടങ്ങൾക്കും കീഴ്പ്പെട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്രകാരം നാം നല്ല തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം സന്തോഷിക്കുന്ന പകൽക്കാലമായി തീരും. വരുന്ന എപ്പിസോഡുകളിലും നമ്മളിതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിരിക്കും. നമുക്ക് ഇന്ന് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ബരോവയിലെ വിശ്വാസികളെ പോലെ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ
അത് ഉള്ളത് തന്നെയോ എന്ന് തിരുവചനത്തിൽ നമ്മൾ ശോധന ചെയ്ത് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. വചനം കേട്ട് നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിഷ്ഠയോടെ നല്ല തീരുമാനത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവ് മറുപടി നൽകും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ന്യായപ്രമാണം എന്ന വിഷയത്തിൻ്റെ പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അത് എല്ലാ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെയും ന്യായപ്രമാണം എന്ന് വിളിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ 10 കൽപ്പനയെ ന്യായപ്രമാണം എന്ന് വിളിച്ചിരിക്കുന്നു. ചില പുസ്തകങ്ങളെ പേരെടുത്ത് ന്യായപ്രമാണം എന്ന് വിളിച്ചിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, ന്യായപ്രമാണത്തിൻ്റെ അർത്ഥം ആഴമായിട്ട് ഗ്രഹിച്ച് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ചൊരു വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ അടിയങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. വചനം പഠിപ്പിച്ച അവിടുത്തെ ദാസനായിട്ട് സ്തോത്രം. ഇത് അടിയങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ അടിയങ്ങളെല്ലാവരും നിത്യജീവൻ അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് കർത്താവെ, വചനം കേട്ട പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, ജീവിതത്തിൻ്റെ നീറുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവിൽ പരിഹാരമുള്ളതിനായിട്ട് സ്തോത്രം. അവിടുന്ന് പ്രിയമക്കളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഉള്ളതുപോലെ പഠിച്ച് ഗ്രഹിച്ച് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കാം. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ശ്രീ പേരകത്ത് ചെറിയാൻ സ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചനാടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം തികച്ചും സൗജന്യമായിട്ട് നൽകുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 9747097977. ഒരിക്കൽ കൂടെ പറയാം, 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9168433122 9747097977.